ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒട്ടും തന്നെ മനക്കെട്ടയില്ലാത്ത ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രശ്നങ്ങളെ എങ്ങനെ അതിജീവിക്കണമെന്നറിയാതെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നവർ, അങ്ങനെയുള്ളവർക്ക് മാതൃകയായി ഒരാൾ തിരുവെഴുത്തുകളിൽ വിശുദ്ധ ബൈബിളിൽ അടങ്ങിയിരിക്കുന്നതിൽ അതിശയിക്കാനിടയുള്ള ഏറ്റവും ശ്രദ്ധേയനായ ഒരാൾ, അത്രയൊന്നും അറിയപ്പെടുന്നില്ലെങ്കിലും വിശുദ്ധ വേദപുസ്തകത്തിലെ നേതാക്കളിൽ ഒരാൾ നെഹമ്യാവ്. അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹം സ്വീകരിച്ച തത്വങ്ങളും ജീവിതത്തിലെ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു വഴികാട്ടിയായിരുന്നു. ദൈവം തന്റെ മക്കളെ എങ്ങനെ നയിക്കും എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നെഹമ്യാവിന്റെ പുസ്തകം. വിശ്വാസത്തിലൂടെയുള്ള അതിജീവനമാണ് ആ പുസ്തകത്തിൽ വരച്ചു കാട്ടുന്നത്. ഇന്നത്തെ എന്റെ പ്രസംഗ വിഷയം അതിജീവനത്തിന്റെ മാതൃക വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നെഹമ്യാവിനെ ഉദാഹരണമാക്കാം. തകർന്നെടുക്കുന്ന യെരൂശലേം നഗരം, വിശ്വാസവും പ്രാർത്ഥനയും നഷ്ടപ്പെട്ട യെരൂശലേം മക്കൾ, ശൂഷൻ രാജധാനിൽ പേർഷ്യൻ രാജാവിന്റെ കൊട്ടാരത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു നെഹമ്യാവ്. ആ സമയത്താണ് യെരൂശലേം മക്കളുടെ ദയനീയമായ അവസ്ഥയെക്കുറിച്ച് കേൾക്കുവാനിടയുണ്ടായത്. യെരൂശലേം മക്കളുടെ പണികൾ നിർത്തിവെച്ചിരിക്കുകയാണെന്നും ചിലപ്പോൾ നടക്കാൻ സാധ്യതയില്ലെന്നും അതിശക്തരായ ശത്രുക്കൾ അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിഞ്ഞു. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് അതിയായ സങ്കടം തോന്നി. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? നെഹമ്യാവ് എന്ത് ചെയ്തു? നെഹമ്യാവ് പ്രാർത്ഥിച്ചു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നും കരഞ്ഞും കുറെ നാൾ ദുഃഖിച്ചും ഉപവാസത്തോടു കൂടി സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം. നെഹമ്യാവിന്റെ പ്രാർത്ഥനാ ശൈലി ഒന്ന് നോക്കിയാൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ കാണാം. നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട 3 കാര്യങ്ങൾ. ആദ്യം തന്നെ പറയട്ടെ, ദൈവത്തിന്റെ സന്നിധിയിൽ ബഹുമാനപൂർവമായ പ്രാർത്ഥന. രണ്ടാമത്തെ കാര്യം, തനിക്ക് വേണ്ടി ഇന്നുവരെ നെഹമ്യാവ് ദൈവസന്നിധിയിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. മൂന്നാമത്തെ കാര്യം, ദൈവസന്നിധിയിൽ തന്നെ തന്നെ താഴ്ത്തി ദൈവത്തെ പുകഴ്ത്തി. ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു നെഹമ്യാവ് യെരൂശലേമിലേക്ക് പോകണമെന്നുള്ളത്. ആ പദ്ധതി അവന് നിറവേറണമെന്നുണ്ടെങ്കിൽ അവന് ഉറച്ച പ്രാർത്ഥനയും വിശ്വാസവും വേണമായിരുന്നു. നെഹമ്യാവിന്റെ പ്രാർത്ഥനാ കാലയളവും ദൈവം മറുപടി കൊടുത്ത സമയം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. നാം ഒരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനടി മറുപടി ലഭിക്കണമെന്നില്ല. ക്ഷമയോടെ കാത്തിരിക്കണം. ദൈവത്തിന്റെ മുൻപിൽ നെഹമ്യാവ് ക്ഷമയോടെ 4 മാസം കാത്തിരുന്നു. 4 മാസത്തിന് ശേഷം രാജാവിന്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുവാനും രാജാവിൽ നിന്ന് യെരൂശലേമിലേക്ക് പോകുവാനും അനുമതി നെഹമ്യാവിന് ലഭിച്ചു. പേർഷ്യൻ രാജാവിന്റെ കൊട്ടാര സുഖ സൗകര്യങ്ങളെല്ലാം ഒഴിവാക്കി യെരൂശലേം നഗരത്തിന്റെ ദേശാധിപതിയായി മാറി. അവിടെ ദയനീയമായ അവസ്ഥ നേരിൽ കണ്ട അദ്ദേഹം ഉടനടി പണികൾ ആരംഭിച്ചു. പണികൾക്കിടയിൽ ധാരാളം ശത്രുക്കൾ ഉയർന്നു വന്നെങ്കിലും ദൈവത്തിന്റെ സഹായത്തിൽ അതിനെല്ലാം അതിജീവിക്കാൻ നെഹമ്യാവിന് സാധിച്ചു. ബലവാനായ ദൈവത്തിന്റെ കരുണ കൊണ്ട് ബലഹീനനായ നെഹമ്യാവ് 2 മാസം കൊണ്ട് യെരൂശലേം നഗരത്തിന്റെ മതിലുകളുടെ പണികൾ പൂർത്തീകരിച്ചു. ദൈവത്തിലുള്ള വിശ്വാസം പ്രാർത്ഥനയും കുറഞ്ഞ യെരൂശലേം മക്കൾക്കുള്ള പ്രചോദനമായിരുന്നു നെഹമ്യാവ്. നമ്മുടെ ജീവിതത്തിൽ നെഹമ്യാവ് നമ്മൾ തന്നെ ആയിരിക്കണം. തകർന്നു കിടന്നിരുന്ന യെരൂശലേം നഗരത്തിന്റെ അവസ്ഥ പോലെയാണ് നമ്മളിൽ പലരുടെയും ജീവിതം. ആ യെരൂശലേം നഗരത്തെ കെട്ടുറപ്പുള്ള മതിലോടുകൂടി സുരക്ഷിതമാക്കിയത് നെഹമ്യാവാണ്. നമ്മൾ പണിയണം വിശ്വാസത്തിന്റെ മതിലുകൾ നമുക്ക് ചുറ്റും. നെഹമ്യാവിന് ദൈവത്തിലുള്ള വിശ്വാസമാണ് യെരൂശലേം മതിലുകളുടെ പണികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ആ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ആത്മഹത്യയിൽ നിന്നും മാനസിക സംഘർഷങ്ങളിൽ നിന്നും ലഹരി മരുന്നുകളുടെ ഉപയോഗത്തിൽ നിന്നും നമുക്ക് അതിജീവിക്കാൻ കഴിയാത്തത്. ഇന്നും ഈ ലോകത്തെ കെട്ടിപ്പിടർന്ന് കിടക്കുന്ന മാരക രോഗമായ COVID-19 മൂലം നമുക്കുണ്ടായ നഷ്ടങ്ങൾ വളരെ വലുതാണ്. ആരാധനകളിൽ പങ്കെടുക്കാൻ കഴിയാത്ത അവസ്ഥ, വിദ്യാർത്ഥികൾക്ക് വിദ്യാലയങ്ങളിൽ പോകാൻ കഴിയാത്ത അവസ്ഥ, ജോലി നഷ്ടപ്പെട്ടവരുടെ ദയനീയമായ അവസ്ഥ, ജീവിതത്തിലെ വിലപ്പെട്ട നിമിഷങ്ങൾ ആഘോഷിക്കാൻ കഴിയാത്ത അവസ്ഥ, അതിലൊക്കെ ഉപരി ജീവനും നഷ്ടപ്പെട്ട കുറേയേറെ മനുഷ്യർ. ഇതിൽ നിന്നൊരു അതിജീവനം ദൈവത്തിലൂടെ അല്ലാതെ നമുക്ക് സാധ്യമാകത്തില്ല. എല്ലാവർക്കും ദൈവത്തിനെ അറിയാം, പക്ഷെ ദൈവത്തെ കുറിച്ചറിയില്ല. തന്റെ ഏകജാതരായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. ഇതാണ് ദൈവസ്നേഹം. ദൈവം നമുക്ക് തന്ന വാക്ക്. ഈ സ്നേഹത്തെയാണ് ഗ്രീക്കർ വിളിച്ചത് അഗാപ്പെ, ദാറ്റ് ഈസ് അൺകണ്ടീഷണൽ ലവ്. ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ നമ്മളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി ദൈവമാണ്. അത് മനസ്സിലാക്കിയെടുത്താണ് നെഹമ്യാവിന്റെ വിജയം. അത് മനസ്സിലാക്കാതെ പോയെടുത്താണ് നമ്മുടെ പരാജയം. നെഹമ്യാവിനെ പോലെ ആയിത്തീരുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. നെഹമ്യാവ് എസ്രായെ പോലെ ഒരു പുരോഹിതനോ ശാസ്ത്രിയോ ആയിരുന്നില്ല. മലാഖിയെ പോലെ ഒരു പ്രവാചകനായിരുന്നില്ല. സാധാരണക്കാരനായ മനുഷ്യൻ. അങ്ങനെ ആയിരുന്നിട്ടും ദൈവഹിതം നടപ്പിലാക്കി. യെരൂശലേം മക്കളെയും യെരൂശലേം നഗരത്തെയും നെഹമ്യാവ് അതിജീവിച്ചു. അതുപോലെ ഉറച്ച വിശ്വാസത്തോടും പ്രാർത്ഥനയും കൂടി നമുക്കും അതിജീവിക്കാൻ കഴിയണം. ദൈവത്തിലുള്ള പ്രാർത്ഥനയും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കും എന്തിനേയും അതിജീവിക്കാൻ കഴിയത്തുള്ളൂ. നെഹമ്യാവിനെ പോലെ ഉറച്ച പ്രാർത്ഥനയും വിശ്വാസത്തോടുകൂടി നമുക്കും അതിജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.